തിരുവനന്തപുരം കാട്ടാക്കടിയിൽ CPM അധിക്ഷേപത്തിൽ മനം നൊന്ത് ജീവനൊടുക്കിയ പഞ്ചായത്ത് അംഗം ശ്രീജിയുടെ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ശ്രീജിക്കെതിരെ CPM രാഷ്ട്രീയ സമരം സംഘടിപ്പിച്ചതിന് പിന്നാലെയാണ് ആത്മഹത്യ. കൊള്ളക്കാരിയെന്ന് ആക്ഷേപിച്ച് ഫ്ലക്സ് ബോർഡ് വയ്ക്കുകയും ഇവർക്കെതിരെ പ്രതിഷേധ ധർണ സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇവരുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ്. പ്രശാന്ത്, CPM അധിക്ഷേപത്തിന് പിന്നാലെയാണ് പഞ്ചായത്ത് അംഗത്തിന്റെ ആത്മഹത്യ. ഇപ്പോൾ എത്രത്തോളം പ്രതിഷേധം ശക്തമായി കഴിഞ്ഞു? ആര്യനാട് കോട്ടയ്ക്കകം വാർഡ് മെമ്പർ ശ്രീജയുടെ ആത്മഹത്യയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ആര്യനാട് പഞ്ചായത്തിൽ ഹർത്താലടക്കം കോൺഗ്രസ് ആഹ്വാനം ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ആര്യയുടെ ആത്മഹത്യയിൽ അതിന് ഉത്തരവാദി CPM ആണ്, അതോടൊപ്പം തന്നെ പഞ്ചായത്ത് ഭരണകൂടമാണ് എന്നടക്കമുള്ള കാര്യങ്ങളിലാണ് ഇപ്പോൾ പ്രതിഷേധങ്ങൾ ഉയരുന്ന സാഹചര്യം. അതായത് ശ്രീജയുടെ കുടുംബവും സ്ഥലത്തെ കോൺഗ്രസ് നേതാക്കളും ആരോപിക്കുന്നത് ഇത് ശ്രീജയുടെ ഈ അകാല മരണത്തെ വിട്ടുപിരിഞ്ഞ ശ്രീജയ്ക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കോട്ടയ്ക്കകം വാർഡ് കമ്മിറ്റി സ്ഥാപിച്ച ഫ്ലെക്സ് ആണ്. ഈ ഫ്ലെക്സിന് തൊട്ട് സമീപത്ത് തന്നെ ശ്രീജിയെ ഇകഴ്ത്തി കാണിച്ചുകൊണ്ട് കോട്ടയ്ക്കകം വാർഡ് മെമ്പറെ കാണാനില്ല എന്ന് പറഞ്ഞ് CPM-ന്റെ കോട്ടയ്ക്കകം ബ്രാഞ്ച് സ്ഥാപിച്ചിരിക്കുന്ന ഒരു ഫ്ലെക്സ് ബോർഡും കാണാം. ഇതിൽ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ, രൂക്ഷമായ രീതിയിൽ വിമർശനങ്ങളടക്കം ശ്രീജയ്ക്കെതിരെ പറയുകയും ചെയ്യുന്നുണ്ട്. പഞ്ചായത്ത് മെമ്പർ എന്ന ലേബലിൽ വാർഡിൽ സാധാരണക്കാരായ ജനങ്ങളുടെ ലക്ഷ്യങ്ങൾ തട്ടിയെടുത്തു എന്ന രീതിയിൽ നിരവധി കാര്യങ്ങൾ എഴുതി വെച്ചുകൊണ്ട് ആരോപണമായിട്ട് ഉന്നയിക്കുകയും ചെയ്തു. യക്ഷിയുടെ ചിത്രം കൂടി വെച്ചുകൊണ്ടാണ് CPM ഇവിടെ ഒരു ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. ശ്രീജ മരണമടഞ്ഞെന്ന് മണിക്കൂറുകൾ പിന്നിടുമ്പോഴും ആ ഒരു ഫ്ലെക്സ് ബോർഡ് എടുത്ത് മാറ്റുവാൻ പോലും CPM ഇതുവരെ കഴിഞ്ഞിട്ടില്ല. CPM ഭരണകൂടത്തിനോ അല്ലെങ്കിൽ പഞ്ചായത്ത് അധികൃതർക്കോ കഴിഞ്ഞില്ല. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളം വൈരാഗ്യബുദ്ധിയോടുകൂടിയാണ് ഇവർ ഈ ശ്രീജയ്ക്കെതിരെ പെരുമാറിയതെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. CPM-ന്റെ വൈരാഗ്യബുദ്ധി എത്രത്തോളം ഉണ്ടെന്നടക്കം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ശ്രീജയുടെ ഭൗതിക ശരീരം ഇപ്പോൾ ആര്യനാട് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയിരുന്നു. അതിനുശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി അവിടെ പോസ്റ്റ്മോർട്ടം അടക്കം അതിനുശേഷമായിരിക്കും വീണ്ടും വീട്ടിലേക്ക് കൊണ്ടുവരിക. നാളെയാണ് ഭൗതിക ശരീരത്തിൻ്റെ സംസ്കാരം അടക്കമുള്ള കാര്യങ്ങൾ നടക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് സ്ഥലത്തെ കോൺഗ്രസ് നേതാക്കൾ ഉന്നയിക്കുന്നത്. ശ്രീജയുടെ കുടുംബമടക്കം CPM-നെതിരെയും അതോടൊപ്പം തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവർക്കെതിരെയും ഉന്നയിക്കുന്നുണ്ട്. കാരണം നിരന്തരമായിട്ടുള്ള പഞ്ചായത്ത് പ്രസിഡന്റിന് അടക്കമുള്ളവരുടെ ആരോപണങ്ങളാണ്, അല്ലെങ്കിൽ ഇത്തരത്തിൽ ശ്രീജയെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള പെരുമാറ്റങ്ങളും ഇത്തരമുള്ള പോസ്റ്ററുകളും ഫ്ലെക്സുകളും പതിച്ചതാണ് ശ്രീജ ആത്മഹത്യ ചെയ്യാൻ കാരണമെന്നാണ് ഇപ്പോൾ CPM നേതാക്കളും അടക്കം ആരോപിക്കുകയും ചെയ്യുന്നത്. ഈ വിഷയത്തിലാണ് ഇപ്പോൾ പ്രതിഷേധവും ഉച്ചയ്ക്ക് ശേഷം ഹർത്താലടക്കം ആചരിക്കുന്ന നിലയിലേക്കൊക്കെ എത്തുന്നത്. ഈ സമാനമായ ഫ്ലെക്സ് ബോർഡിന് സമാനമായ രീതിയിൽ ഉടനീളം, അതായത് ഈ പഞ്ചായത്തിലുടനീളം ഇത്തരത്തിൽ ഫ്ലെക്സുകൾ സ്ഥാപിക്കുകയും ശ്രീജയെ അപകീർത്തിപ്പെടുത്തുന്ന നിലയിലേക്ക് ചെന്നെത്തിയിരുന്നു. മറ്റ് വേറെ പല തരത്തിലുള്ള സാമ്പത്തിക ക്രമക്കേടുകൾ ഉണ്ടായിട്ടുണ്ട്, അതിന് പരാതി ലഭിച്ചിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം പറയുന്നത്. ഇതിൻ്റെയൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ശ്രീജ ആത്മഹത്യ ചെയ്തതടക്കമുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നു. അങ്ങനെയൊക്കെ പറയുമ്പോഴും ഇത്തരത്തിൽ ഫ്ലെക്സ് ബോർഡുകൾ നിരവധി സ്ഥലത്ത് സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക്, വ്യക്തിപരമായിട്ടുള്ള കാരണങ്ങളാൽ സാമ്പത്തികം കൈപ്പറ്റി അല്ലെങ്കിൽ മറ്റ് പണം കടം വാങ്ങി കൊടുക്കാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിനെ ഈ രീതിയിലാണ് ഇപ്പോൾ ഈ CPM-ന്റെ ഭാഗത്തുനിന്നുള്ളവരുടെ ഭാഗത്തുണ്ടായിട്ടുള്ള ഈ സമീപനങ്ങളും പെരുമാറ്റങ്ങളും ഉണ്ടായിരിക്കുന്നത്. അതാണ് ഇത്തരത്തിൽ ഈ ശ്രീജയുടെ ആത്മഹത്യയിലേക്ക് ചെന്നെത്തുന്ന നിലയിലേക്കുള്ള കാര്യങ്ങളിലേക്ക് വഴിവെച്ചത്. ഏതായാലും സമാനമായ രീതിയിലുള്ള ഫ്ലെക്സുകൾ, പോസ്റ്ററുകൾ, അതോടൊപ്പം തന്നെ കുറുവാ സംഘം എന്നതടക്കമുള്ള ആക്ഷേപ വാക്കുകൾ ചൊരിഞ്ഞുകൊണ്ടുള്ള ഫ്ലെക്സുകൾ പലയിടങ്ങളിലും ഈ പഞ്ചായത്തിൻ്റെ പലയിടങ്ങളിലും സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. ശ്രീജയെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള ഇത്തരം പോസ്റ്ററുകളാണ് മരണത്തിലേക്ക് നയിച്ചതെന്നാണ് ഇപ്പോൾ കുടുംബമടക്കം ആരോപിക്കുന്നത്. അതിൻ്റെ വേദന, മനോവിഷമം ശ്രീജ അലട്ടിരുന്നു. നേരത്തെ ഒരു തവണയും സമാനമായ ഒരു അറ്റംപ്റ്റ് നടത്തിയിരുന്നു. അതിനുശേഷമാണ് വീണ്ടും ഇത്തരത്തിലുള്ള അധിക്ഷേപ വാക്കുകൾ പഞ്ചായത്തിൻ്റെ ഭാഗത്ത് തുടർന്നതോടുകൂടിയാണ് ശ്രീജ ആത്മഹത്യയിലേക്ക് ചെന്നെത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് കുടുംബവും ആരോപിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് ശ്രീജയുടെ മരണത്തോടെ ഈ ആര്യനാട് പഞ്ചായത്തിലുടനീളം ഉണ്ടാകുന്നത്. കോൺഗ്രസ് അടക്കം പ്രതിഷേധവുമായി രംഗത്ത് വരുന്ന സാഹചര്യവുമുണ്ട്. വിശദാംശങ്ങൾ നൽകിയത്.